ഡോക്ടർ മധു, കപ്പലപകടത്തിൽപ്പെട്ട സ്ഥലം മലബാർ അപ്പ് വെല്ലിംഗ് റീജിയൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഏറ്റവും നല്ല അയില കിട്ടുന്ന ഒരു ഏരിയ ആണ് ആ പ്രദേശം, അഴീക്കൽ തുറമുഖത്തിനടുത്ത് ആ പ്രദേശത്ത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയ കപ്പൽ, അതുപോലെ ഈ കണ്ടെയ്നറുകൾ, ഇതൊക്കെ അടിത്തട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടാൽ അതിലെ വിഷാംശങ്ങൾ ദീർഘകാലം ഈ മേഖലയിൽ പരക്കില്ലേ എന്നുള്ളതാണ്. മാത്രമല്ല, ഞാനത് പാട്രിക്കിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചാണ് നേരത്തെ. ഈ മത്സ്യങ്ങൾ ചത്ത് തീരത്ത് അടിയുന്ന അങ്ങനെ ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്, എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ പ്രജനനം നടക്കുന്ന ഒരു കാലയളവിൽ ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ, ഒന്നല്ല രണ്ട് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ, സ്വാഭാവികമായിട്ട് ഈ മത്സ്യങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾ, മത്സ്യം ഒരു ദിവസം മത്സ്യം കഴിക്കാതെ അവർക്ക് പറ്റില്ല, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം? ഒന്നാമത് തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, അത് പാട്രിക് സമ്മതിക്കുകയും ചെയ്തു, വിപണിയിൽ വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് ഈ കടൽ മത്സ്യങ്ങളെ വീണ്ടും ആശ്രയിക്കാമോ? അവരുടെ ആശങ്ക ദൂരീകരിക്കാവുന്ന ഒരു മറുപടി ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിൽ ഒരു മിനിറ്റ് മധു സാറ് പറയട്ടെ. ഓക്കെ. ഈ കാര്യത്തിൽ ഈ രാസവസ്തുക്കൾ ഇപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പം ഇത് ഷിപ്പ് വലിച്ചുകൊണ്ട് ഉൾക്കടലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉൾക്കടലിൽ പോയിട്ട് അത് മുങ്ങിപ്പോകുന്നു എന്ന് വിചാരിക്കാം. മുങ്ങിപ്പോയിട്ട് കണ്ടെയ്നറുകളെല്ലാം കടലിന്റെ അടിത്തട്ടില് സ്ഥിതി ചെയ്യും. അപ്പൊ അതിൽ നിന്നൊക്കെ ഈ രാസവസ്തുക്കളൊക്കെ കുറെ ഒരു നീണ്ട കാലത്തിനിടയിലായിരിക്കാം അതൊക്കെ പുറത്തു വരുന്നത്, വെള്ളത്തിൽ കലരുന്നതല്ല. പക്ഷേ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം, ഒരു കടലിന്റെ ആ ഒരു വ്യാപ്തി, അത്രയും വലിയ ഒരു സമുദ്രത്തിലേക്ക് ഈ രാസവസ്തുക്കളൊക്കെ പുറത്തു എന്ന് വന്നിരുന്നാൽ തന്നെ അത് വെള്ളവുമായിട്ട് കലരുമ്പോൾ അതിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ അതൊക്കെ വളരെ ചെറിയ അളവിലേ വരുള്ളൂ. അപ്പോൾ മത്സ്യങ്ങള് വ്യക്തമായിട്ടും അതിന്റെ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം. കാരണം ഇതിന്റെ മത്സ്യത്തിന്റെ ശരീരത്തിൽ അത് പ്രവേശിച്ച് പിന്നീട് മനുഷ്യൻ ആ മത്സ്യം ഭക്ഷിക്കുമ്പോൾ അത് മനുഷ്യനിലൊക്കെ എത്താം. പക്ഷെ അതിനൊക്കെ ഉള്ളതും അതെല്ലാം വളരെ ചെറിയ അളവിൽ മാത്രം ആയിരിക്കാം അതെല്ലാം ഉണ്ടാവുക. അത്ര ഒരു വളരെ പേടിപ്പെടുത്തുന്ന തരത്തിൽ ഇതിന്റെ എല്ലാം ഒരു അളവ് മത്സ്യത്തിലൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് ഏതായാലും ഇതൊരു ലോങ് ടൈം, ഒരു ലോങ് പ്രോസസ്സാണ്, വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കും. കടലിന്റെ അടിത്തട്ടിലൊക്കെ പോയിട്ട് അവിടേക്കുള്ള സൂക്ഷ്മജീവികളെയൊക്കെ, കാരണം ഈ രാസവസ്തുക്കളെ പുറത്തു വന്നാൽ അവിടെയുള്ള മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ അത് ബാധിക്കാം. പക്ഷെ മത്സ്യങ്ങളിൽ എത്തിയിട്ട് അത് മനുഷ്യന്റെ ആരോഗ്യത്തെ വളരെ ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിലൊക്കെ ആവും എന്ന് നമുക്ക് ഉടനെ തന്നെ അത് ഒരു സമീപ ഭാവിയിൽ അത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാനുള്ള ഒരു വക കാണുന്നില്ല. അതുകൊണ്ട് വളരെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ മത്സ്യം നമുക്ക് ഇപ്പോൾ മനുഷ്യൻ അങ്ങനെ ഒരു പേടി വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഓരോ ആളുകളുടെയും ഒരു ധാരണയാണത് മത്സ്യം ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു മത്സ്യം തീരെ നമ്മൾ കഴിക്കാൻ പാടില്ല ഇപ്പൊ, കാരണം കടല് ഇത് ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. കടലിന്റെ ജലത്തിന്റെ പ്രവാഹം എങ്ങനെയാണ്, കാറ്റിന്റെ ഗതി എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം മിക്സ് ചെയ്ത് ഏതെല്ലാം ഡയറക്ഷനിലേക്കൊക്കെ, അപ്പൊ നമ്മുടെ തീരപ്രദേശങ്ങളിലേക്കൊക്കെ ഇത് വരുമോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാനും പറ്റില്ല. അതിനൊക്കെയുള്ള ചില ശ്രമങ്ങൾ, ചില മാത്തമാറ്റിക്കൽ മോഡലുകളും സോഫ്റ്റ്വെയറുകളും ഒക്കെ ഇൻകോയിസ് പോലെയൊക്കെയുള്ള ഏജൻസികൾ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത് പ്രവചിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മത്സ്യം കഴിക്കില്ല. അല്ല സാർ, സ്വാഭാവികമായിട്ട് ആ മേഖലയിലുള്ള സാമ്പിളൊക്കെ കളക്ട് ചെയ്യില്ലേ അല്ലേ? തീർച്ചയായും. അപ്പൊ സാമ്പിളുകൾ കളക്ട് ചെയ്യും, അത് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് വേണ്ടത് അടുത്ത ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെയൊക്കെ ഈ സമുദ്ര തീരങ്ങളിലും നമ്മുടെ തീരങ്ങളിലും അതുപോലെയുള്ള ഈ കപ്പൽ മുങ്ങിയ പ്രദേശങ്ങളിലും ഒക്കെ സാമ്പിളുകൾ ശേഖരിച്ച് അത് അനലൈസ് ചെയ്ത്
അത് ഈ രാസവസ്തുക്കളുടെയൊക്കെ പ്രസൻസ് അവിടെ ഉണ്ടോ, അതിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട അതിനുള്ള ഒരു സമഗ്രമായ ഒരു ഒരു പരിപാടി കൂടെ നമ്മൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളെല്ലാം ഉണ്ട്, നമ്മുടെ സർവകലാശാലകളും അതുപോലെ സമുദ്ര ഗവേഷണ സ്ഥാപനങ്ങളും അവരെല്ലാവരും കൂടി അതിനുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി അത് ഉടനെ തന്നെ ആരംഭിക്കണം. അതും കൂടെ ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.